3 വയസ്സ് മുതൽ മദ്രസയിൽ പഠനം തുടങ്ങുന്ന ഒരു കുട്ടി 18 വയസ്സായിട്ട് ഒരു ഡിഗ്രിക്കാരനായിട്ട് വീട്ടിൽ സർട്ടിഫിക്കറ്റും കൊണ്ടുവരുമ്പോൾ ഒരമ്മയും ഒരു ഉപ്പയും ഒരു ബാപ്പയും അഹങ്കരിക്കേണ്ട. ആ 15 കൊല്ലത്തെ സ്കൂൾ ജീവിതത്തിനിടയിൽ ആ കുട്ടിക്ക് കള്ളു കുടിച്ചാൽ കരള് കത്തിപ്പോകുമെന്നുള്ള സാമാന്യമായ ബോധമുണ്ടാക്കാൻ നമ്മുടെ വിദ്യാഭ്യാസത്തിന് കഴിഞ്ഞിട്ടില്ല എങ്കിൽ, സിഗരറ്റ് വലിച്ചാൽ ക്യാൻസർ വരുമെന്നുള്ള ബോധം മക്കൾക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ, MDMA ഉപയോഗിച്ചാൽ 6.5 കൊല്ലം കൊണ്ട് ഭ്രാന്ത് വന്ന് പുഴുത്ത് നശിച്ചു പോകുമെന്നുള്ള ബോധം മക്കളുടെ മനസ്സിലേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടില്ല എങ്കിൽ, ഈ റോഡിലൂടെ എങ്ങനെ വാഹനം ഓടിക്കണമെന്ന് 15 കൊല്ലം കൊണ്ട് മക്കളെ പഠിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ, ഈ നാട്ടിലെ നിയമങ്ങളെല്ലാം മനുഷ്യൻ്റെ നന്മക്ക് വേണ്ടിയാണെന്നുള്ള ബോധം ഈ മകന് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് പറ്റിയിട്ടില്ല എങ്കിൽ, ബാപ്പയും ഉമ്മയും സ്നേഹിക്കണമെന്നും ഈ നാട്ടുകാർ ഈ സമൂഹത്തിൻ്റെ ഭാഗമാണ് നിങ്ങളെ മക്കളെന്നുള്ള ബോധം കുട്ടിയിൽ ജനിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ, പിന്നെ എന്ത് കുന്താ നമ്മൾ സ്കൂളിൽ നിന്ന് പഠിപ്പിച്ചത്? എന്തിനായി ചെക്കൻ പാഞ്ചുവല്ല സ്കൂളിൽ പോയത്? കാമുകീനെ കത്തി കൊണ്ട് കുത്താനോ? 9ാം ക്ലാസ്സിലെ കുട്ടി ഉമ്മയെ ബലാത്സംഗം ചെയ്യാനോ? 18 വയസ്സുകാരി താമരശ്ശേരി ചുരത്തിന്റെ 8ാം വളവിൽ ആ വയനാട്ടുകാരനാൽ പീഡിപ്പിക്കപ്പെട്ട് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ഇങ്ങനെ കിടക്കാനോ? തൂണ്ടേരിയുള്ള കുട്ടി 8 മണിക്ക് കള്ളു കുടിച്ച് കാറിൽ വന്ന് കുറെ ആൺകുട്ടികളെ ബസ് സ്റ്റോപ്പിലേക്ക് തള്ളിയിട്ടിട്ട് ഓടിക്കളയാനോ? നാദാപുരത്തിന്റെ മണ്ണിൽ കണ്ട പെണ്ണിനെ ആ പെണ്ണിനെ വേണ്ട എന്ന് പറഞ്ഞ ദേഷ്യത്തിൽ ആ പെണ്ണിനെ വീണ്ടും നാദാപുരത്ത് വെച്ച് കണ്ടപ്പോൾ കത്തി കൊണ്ടെടുത്ത് കുത്താനോ? നിങ്ങളെ മക്കളെ നിങ്ങൾ എന്താ പഠിപ്പിച്ചത്? ഞാൻ എൻ്റെ മോനെ എന്താ പഠിപ്പിച്ചത്? ഒളിച്ചോടാനാണോ? MDMA കൊണ്ട് വിൽക്കാനാണോ? എന്താ പഠിപ്പിച്ചത്? അതുകൊണ്ടാണ് പറഞ്ഞത് ഇവിടെ പഠിപ്പിക്കേണ്ട ഒരു സംഗതിയും പഠിപ്പിക്കുന്നില്ല. ഞാൻ നോക്കുമ്പോൾ ശരിയാ, നമ്മളീ മാഷൊന്നും പഠിപ്പിച്ചിട്ടില്ല. നമ്മൾ പഠിച്ച 10ാം ക്ലാസ്സിൽ നിന്ന് എന്താ സൈനും കോസും തീറ്റിയും കൂടെ പഠിച്ചത്.